ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെജിമണി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇറ്റാലിയൻ മാർക്സിസ്റ്റ് തിങ്കർ ആയിട്ടുള്ള അന്റോണിയോ ഗ്രാംഷി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഹെജിമണി എന്നുള്ളത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് അവരുടെ ഇൻഫ്ലുവൻസ് ബാക്കിയുള്ള ആളുകളുടെ മുകളിൽ എക്സസൈസ് ചെയ്യുന്നത്, അവരുടെ ഡോമിനൻസ് എങ്ങനെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് അവരവരുടെ ഇൻഫ്ലുവൻസ് എക്സസൈസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നത് ഫിസിക്കലായിട്ടുള്ള ഫോഴ്സിലൂടെ മാത്രമല്ല, കൾച്ചറിലൂടെയും ഐഡിയോളജിയിലൂടെയും വിവിധ രീതിയിലുള്ള പ്രൊപ്പഗൻഡയിലൂടെയുമാണ് എന്നുള്ളതാണ്. അതായത് സൊസൈറ്റിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റൂളിംഗ് ക്ലാസ് ആയിട്ടുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള വിഭാഗങ്ങൾ അവരുടെ ഇൻഫ്ലുവൻസ് എൻഷുർ ചെയ്യുന്നത് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡോമിനേഷനിലൂടെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കലായിട്ടുള്ള ഒരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഡോമിനേറ്റ് ചെയ്യുക എന്നതിനേക്കാൾ അവർ ഐഡിയോളജിയിലൂടെയും കൾച്ചറിലൂടെയും പല രീതിയിലുള്ള പ്രൊപ്പഗൻഡയിലൂടെയുമാണ് അവരുടെ ഇൻഫ്ലുവൻസ്, അവരുടെ ഹെജിമണി നിലനിർത്തുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെജിമണി വർക്ക്സ് ബേസ്ഡ് ഓൺ ഡോമിനൻസ് ഓവർ കൾച്ചറൽ റെലംസ് എന്നുള്ളതാണ്. അതായത് കൾച്ചറൽ ആയിട്ടുള്ള ഡൊമെയിൻസിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക, ഡോമിനൻസ് ഉണ്ടാക്കുക, അതിലൂടെ ഒരു കൾച്ചറൽ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ചെയ്യുക. ഇത്തരത്തിൽ ഒരു കൾച്ചറൽ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവരുടെ ഡോമിനൻസിനെ, അവരുടെ പവറിനെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിവെയിലിംഗ് ആയിട്ടുള്ള ഐഡിയാസ്, നോംസ്, വാല്യൂസ് ഇതെല്ലാം തന്നെ റൂളിംഗ് ക്ലാസ്സിനനുസരിച്ചിട്ടായിരിക്കും ഓരോ സൊസൈറ്റിയിലും ഉണ്ടാവുക. നമ്മൾ ഓരോ സൊസൈറ്റീസിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഏതാണ്, അവിടെ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അവിടെയുള്ള ഐഡിയോളജി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അതിനകത്ത് ഡോമിനൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളുടെ, റൂളിംഗ് ക്ലാസ്സുകളുടെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു കൾച്ചറൽ ലീഡർഷിപ്പ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൾച്ചറൽ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവരേത് ജനതയുടെ മുകളിലാണോ പവർ എക്സേർട്ട് ചെയ്യുന്നത് അവരുടെ ഒരു കൺസെന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അവർ ഈ ഒരു പവർ എക്സസൈസ് ചെയ്യുന്നതിനുള്ള കൺസെന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം ഇതാണ് കൺസെന്റ് എന്നുള്ളത്. കാരണം ഹെജിമോണിക് ആയിട്ടുള്ള പവർ എന്ന് പറയുമ്പോൾ അതിന് ആരുടെ മേലിലാണോ ഈ ഒരു പവർ എക്സസൈസ് ചെയ്യപ്പെടുന്നത് അവരുടെ ഒരു കൺസെന്റ് ഉണ്ടാവും. ഈ ഒരു കൺസെന്റ് ഉണ്ടാകുന്നത് കൾച്ചറൽ ആയിട്ടുള്ള ഡോമിനേഷനിലൂടെയാണ്. നമ്മുടെ മുകളിൽ വേറൊരു വിഭാഗം ആളുകൾ പവർ എക്സേർട്ട് ചെയ്യുന്നു, നമ്മൾ ആ പവറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ആ പവർ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതേ ആളുകളുടെ പവറിനെ ന്യായീകരിക്കുന്ന, ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഐഡിയോളജി നമ്മൾ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും നമുക്ക് അത്തരത്തിലുള്ള ഐഡിയോളജികൾ കിട്ടുന്നത്? അത് എഡ്യൂക്കേഷനിലൂടെയും മീഡിയാസിലൂടെയും അതുപോലെ പല രീതിയിലുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ റൂളിംഗ് ക്ലാസിന്റെ അധികാരത്തിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കൺസെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഉപയോഗിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അദ്ദേഹം ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസസ് എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ, മീഡിയ എന്നുള്ളതൊക്കെ അതിൽ വരും. മീഡിയാസിലൂടെയും അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയൊക്കെ റൂളിംഗ് ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള, റൂളിംഗ് ക്ലാസിന്റെ പവറിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും വരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ കൾച്ചറൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള മാനിപ്പുലേഷൻസ് നടത്തിക്കൊണ്ട്, മീഡിയാസിലൂടെയും അതുപോലെ എഡ്യൂക്കേഷനിലൂടെയും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയൊക്കെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഡോമിനന്റ് ക്ലാസ് അവരുടെ ഇൻഫ്ലുവൻസ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ് കൗണ്ടർ ഹെജിമണി എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡോമിനൻസിനെ എങ്ങനെയായിരിക്കും കൗണ്ടർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്, അതിന് ഗ്രാംഷി പറയുന്ന ഒരു ആൻസർ എക്സിസ്റ്റ് ചെയ്യുന്ന നരേറ്റീവുകൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഒരു സൊസൈറ്റിയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ക്ലാസ് ഏത് രീതിയിലുള്ള ചരിത്രമാണോ മുന്നോട്ട് വെക്കുന്നത്, ഏത് രീതിയിലുള്ള ഐഡിയോളജിയാണോ മുന്നോട്ട് വെക്കുന്നത്, ഏത് രീതിയിലുള്ള കൾച്ചറാണോ പ്രൊമോട്ട് ചെയ്യുന്നത്, അതിന് കൗണ്ടർ ആയിട്ട് ഈ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളുടെ പുറത്തു നിൽക്കുന്ന ഗ്രൂപ്പുകളുടെ അവരുടെ നരേറ്റീവുകളും അവരുടെ കൾച്ചറൽ എക്സ്പ്രഷൻസും അവരുടെ മൂവ്മെന്റുകളും അവരുടെ സ്റ്റോറിയും അവരുടെ ചരിത്രവും എല്ലാം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കൗണ്ടർ ആയിട്ടുള്ള നരേറ്റീവുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ, ഈ സബാൾട്ടൻ ഗ്രൂപ്പ് എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, ഈ ഹെജിമോണിക് പവറിന്റെ പുറത്തുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ എന്നുള്ളതാണ് ഈ സബാൾട്ടൻ ഗ്രൂപ്പുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സബാൾട്ടൻ ഗ്രൂപ്പുകളുടെ ചരിത്രത്തിനെയും അവരുടെ കൾച്ചറിനെയും അവരുടെ വാല്യൂസിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഐഡിയോളജീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ, നരേറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള ഹെജിമോണിക് ആയിട്ടുള്ള കൾച്ചറിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. അതിലൂടെ പവർ സ്ട്രക്ചറിൽ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ഐഡിയ ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്.
ഈ ഒരു ആശയത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു സ്ട്രീം ഓഫ് സ്റ്റഡീസ് ആണ് സബാൾട്ടൺ സ്റ്റഡീസ് എന്നുള്ളത്. സബാൾട്ടൺ സ്റ്റഡീസിന്റെ പ്രത്യേകത ചരിത്രത്തിലൊക്കെ വളരെയധികം എലൈറ്റിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള റൈറ്റിങ്സിനൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഒക്കെ പലപ്പോഴും രാജാക്കന്മാരുടെയും അതുപോലെ പവറുള്ള ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും പലപ്പോഴും എഴുതപ്പെട്ടിട്ടുള്ളത്. അതിനെ മാറ്റിയിട്ട് ഹിസ്റ്ററി ഫ്രം ബിലോ, അതായത് ഈ സബാൾട്ടൺ ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നുകൊണ്ട് ചരിത്രത്തിന് എഴുതുക. അതേപോലെ ഇന്നത്തെ കാലത്തുള്ള സോഷ്യോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് ആണെങ്കിലും ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നുകൊണ്ട് എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെജിമോണിക്ക് കൗണ്ടർ ആയിക്കൊണ്ടുള്ള കൗണ്ടർ ഹെജിമോണിക് ആയിട്ട് ഈ സബാൾട്ടൺ ഗ്രൂപ്പുകളുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചരിത്രത്തിനെയും കൾച്ചറിനെയും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഐഡിയോളജിനെയൊക്കെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് സബാൾട്ടൺ സ്റ്റഡീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഹെജിമണി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇറ്റാലിയൻ മാർക്സിസ്റ്റ് തിങ്കർ ആയിട്ടുള്ള അന്റോണിയോ ഗ്രാംഷിയാണ് ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് സൊസൈറ്റിയിൽ പവർ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഫിസിക്കൽ ആയിട്ടുള്ള പവർ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ, ഡോമിനൻ്റ് ആയിട്ടുള്ള ക്ലാസ് അവരുടെ പവറിനെ കണ്ടിന്യൂ ചെയ്യുന്നതിനേക്കാൾ അവർ കണ്ടിന്യൂ ചെയ്യുന്നത് കൾച്ചറൽ ആയിട്ടുള്ള ലീഡർഷിപ്പിലൂടെയാണ്. കൾച്ചറിന്റെ കാര്യത്തിലും ഐഡിയോളജിന്റെ കാര്യത്തിലും സൊസൈറ്റിയിൽ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവരവരുടെ പവറിനെ കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ജനങ്ങളിൽ നിന്ന് അവരാരുടെ മുകളിലാണോ ഈ ഒരു പവർ എക്സേർട്ട് ചെയ്യുന്നത്, അവരിൽ നിന്ന് അവരുടെ പവറിനുള്ള കൺസെന്റ് നേടിയെടുക്കാൻ അവർക്ക് ഇത്തരത്തിലുള്ള ഐഡിയോളജിക്കൽ മാനിപ്പുലേഷനിലൂടെ സാധിക്കുന്നു. അതിനവരെ എഡ്യൂക്കേഷൻ, മീഡിയ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ സൊസൈറ്റിയിൽ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളെ ചലഞ്ച് ചെയ്തുകൊണ്ട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്കും പവർ കിട്ടുന്ന രീതിയിലേക്ക് സൊസൈറ്റിയെ മാറ്റണമെങ്കിൽ കൗണ്ടർ നരേറ്റീവുകൾ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനാണ് കൗണ്ടർ ഹെജിമണി എന്നുള്ള ഒരു വാക്ക് സൂചിപ്പിക്കുന്നത്. അതായത് സബാൾട്ടൺ ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് അധികാരത്തിലേക്ക് വരണമെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഹെജിമോണിക് ആയിട്ടുള്ള ചരിത്രങ്ങളെയും ഐഡിയോളജിയൊക്കെ മാറ്റി എഴുതേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഹെജിമണി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.